സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ പിതാവായ ദൈവം തന്നെ മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ വന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അബ്രഹാമിനെ വിളിച്ചിറക്കി സാറായി എന്നൊരു അബ്രഹാമിൻ്റെ ഭാര്യ പ്രായമായി കുട്ടികളില്ലാതിരിക്കെ വാഗ്ദത്തത്തിൽ ഇസഹാക്ക് എന്നൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിയിൽ നിന്നും ഇസ്രായേൽ രൂപപ്പെട്ടു. 12 ഗോത്രങ്ങൾ. ആ തോറ കൊടുത്ത ദൈവം മോശയ്ക്ക് സീനായ് മലയിൽ തോറ കൊടുത്ത ദൈവം തന്നെ മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് സകല വചനങ്ങളും നിത്യജീവൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവിനെ കളയാതെ ഈ വചനത്തിൽ വിശ്വസിച്ച് നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പഴയതും പുതിയതുമെല്ലാം ഒന്നാക്കി ആ ദൈവപുത്രനിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഏവർക്കും പ്രവേശനമുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വചനത്തിൽ വിശ്വസിച്ച് ആ ദൈവപുത്രനെ സ്വീകരിച്ച് ആ പാതയിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഭക്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. കാലം അന്ത്യത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരുടെയും അന്ത്യകാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭക്തന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കർത്താവിൻ്റെ വരവിങ്കൽ ആദ്യം തന്നെ ഉയർത്തെഴുന്നേക്കും. തൻ്റെ ഭക്തന്മാരിനിയും ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് രൂപാന്തരം പ്രാപിച്ച് അവരും മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. കർത്താവിൻ്റെ വരവ് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു. ജഡത്തെ ചിന്തിച്ച് ജഡത്തിനുള്ളത് നൽകി ലോകത്ത് ആഡംബരമായി ജീവിക്കുന്നു. പക്ഷെങ്കിൽ ഈ ആത്മാവിനൊരു ജീവിതമുണ്ടെന്നോ ആത്മാവിനാണ് ജീവിതമുള്ളത് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്നവർ ചുരുക്കമാണ്. കാര്യം നാശത്തിൻ്റെ ബാധ വിശാലമേറിയതാണ്. അതിലേ കടക്കുന്നവർ അനേകരാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്. അതിലേ കടക്കുന്നവർ ചുരുക്കമാണ്. കാര്യം പല പ്രശ്നത്തിൽ കൂടെയും പല പരീക്ഷകൾ ജയിച്ചും പ്രശ്നങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ ദൈവരാജ്യത്ത് കടക്കുന്നത്. എന്തു പ്രശ്നം വന്നാലും ദൈവരാജ്യത്ത് കടക്കണം. ആത്മാവിന് നിത്യജീവനുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർ ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ. ദൈവകൽപ്പനകൾ അനുസരിക്കണം. പിതാവായ ദൈവം സീനായ് മലയിൽ 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പന കൊടുത്ത ദൈവം തന്നെയാണ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് സകലതും പഠിപ്പിച്ച് നിത്യജീവനുണ്ടെന്നും ആത്മാവ് രക്ഷയിലേക്ക് പോകണമെന്നും ലോകം മുഴുവനും നേടിയാലും ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത്രയും നാളും ജീവിച്ച് സുഖിച്ച് ജീവിച്ചെല്ലാം നഷ്ടമാകും. കാര്യം ഭിക്ഷക്കാരനെ എടുത്ത് സ്വർഗത്തിലിരുത്തുന്ന ദൈവം കോടീശ്വരനെ എടുത്ത് നരകത്തിൽ കളയുന്ന ദൈവം. അതാണ് സുവിശേഷത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്.
പലരും പറയും നിത്യജീവൻ പ്രാപിപ്പാൻ ആരെങ്കിലും മരിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്തും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ധനവാൻ ലാസറിൻ്റെയും കഥ. ലാസർ ഭിക്ഷക്കാരനായിരുന്നു. അവൻ സ്വർഗത്തിൽ ചെന്നതും ധനവാൻ നരകത്തിൽ കിടന്നതുമായൊരു കഥയുണ്ട്. അതൊക്കെ വായിച്ച് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് പുതിയൊരു സൃഷ്ടിയാകണം. വീണ്ടും ജനിച്ച് സകല ദുഷ്പ്രവൃത്തികളും മാറ്റി സത്യത്തിൽ കൂടെ നടന്നാലേ ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പലരും പള്ളികളിലുമൊക്കെ പോയി 2-3 മണിക്കൂറിരുന്ന് ആ സമയം മാത്രം ബൈബിള് വായിക്കുന്നു, കേൾക്കുന്നു, എടുക്കുന്നു. പിന്നെ യാതൊരു ചിന്തയുമില്ലാതാണ് നടക്കുന്നത്. ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർ ചുരുക്കമാണ്. ഈ വചനം അനുസരിക്കുന്നവർ ചുരുക്കമാണ്. ഈ വചനം അനുസരിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണം. അതിനുള്ള ധൈര്യം ലഭിക്കണം. കാര്യം എന്തൊക്കെ തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, രോഗം വന്നാൽ എന്തു ചെയ്യും എന്നൊക്കെയുള്ള ചിന്തയാൽ ഭാരപ്പെട്ട് പല രീതിയിലും ഭാരപ്പെട്ട് നടക്കുന്നവർക്ക് ഈ വചനത്തെ ഗ്രഹിക്കുവാൻ പറ്റത്തില്ല. ജഡത്തിൻ്റെ ചിന്ത മാറ്റി ആത്മാവിനുള്ളത് ചിന്തിക്കുക, ആത്മാവിനുള്ളത് വചനം കൊടുക്കുക. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും വചനങ്ങൾ വായിച്ചും എപ്പോഴും ഏത് സമയത്തും കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുക. സകല പോഷ്കും സകല ദുഷ്പ്രവൃത്തികളും മാറ്റി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുക. സമയം അന്ത്യത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും അന്ത്യകാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം കർത്താവിൻ്റെ വരവ് വരുമ്പോൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർ മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ ആര് വിശ്വാസം കണ്ടെത്തും എന്നാണ് വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് അനുസരണയുള്ളവരായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് 10 കൽപ്പന തന്നിട്ടുണ്ട്. അതിൽ 4-ാം കൽപ്പനയാണ് ശബത്ത് എന്ന സ്വസ്ഥത. അത് ശനിയാഴ്ച ദിവസമാണ് ആ സ്വസ്ഥത. അതിനെ മാറ്റി പലരും ഞായറാഴ്ചത്തെ ആരാധന, ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിച്ച് അതനുസരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വായിച്ച് മനസ്സിലാക്കി അത് അനുസരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.